എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സ്വാഗതം കേട്ടോ. നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നൊരു ചക്ക എരിശ്ശേരിയാണ് കേട്ടോ. അപ്പോൾ ചക്കയുടെ സീസണാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ചക്ക എരിശ്ശേരിയാണ് കേട്ടോ. ഇതിൽ ചേർക്കുന്ന കൂട്ടാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. എന്നാൽ ഇത് എത്ര തന്നെ കഴിച്ചിട്ടുണ്ടെങ്കിലും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവുകയില്ല കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ചക്ക ഞാൻ വെട്ടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, നോർമലി നമ്മൾ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ചക്ക ഇതേ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഒരു 2-3 തണ്ട് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് അത്യാവശ്യം നല്ല വിസ്താരമുള്ള ഒരു വലിയ പാത്രത്തിലാണ് നമ്മളത് വെക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ വെന്ത് കഴിഞ്ഞാൽ ഇത്രയൊന്നും ഉണ്ടാവില്ല കേട്ടോ, അത് താന്നു പോവേ. അപ്പം നമ്മൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു പാത്രത്തിലാണ് വെക്കുന്നത്. കുക്കറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ചക്ക വളരെ വാട്ടർ കണ്ടൻറ്റ് അതിൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ഒരു വലിയൊരു പരന്ന പാത്രത്തിൽ തന്നെ ആണ് ഗ്യാസ് സ്റ്റോപ്പിൽ അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുണ്ടല്ലേ, ഇതുപോലെ 1 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം നമ്മളിത് അടച്ച് വെച്ച് കൊടുത്തിട്ട് വേവിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന ഒരു അരപ്പാണ് ഇതിനെ വളരെ വ്യത്യസ്തമാക്കുന്നത്. നമ്മളെപ്പോഴും വെക്കുന്നത് പോലെയല്ല വെക്കുന്നത് കേട്ടോ. അപ്പം അതിലേക്ക് ഞാൻ ഒരു അരമുറി തേങ്ങ, ഒരു 1/4 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങേൻ്റെ അരമുറിയും പിന്നെ അടുത്ത മുറിൻ്റെ ഒരു 1/4 ഭാഗം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 5-6 തണ്ട്, പിന്നെ 5-6 ചുള ചെറിയ വെളുത്തുള്ളിയും ഒരു 5-6 ചെറിയുള്ളിയും, പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂണിൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി, പിന്നെ ഒരു 4 ചെറിയ പീസ് ഇഞ്ചി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ ഇഞ്ചിയൊക്കെ ചക്കയിൽ ചേർക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൽ കുറവ് പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ അതിലേക്ക് ചെറിയ ജീരകം, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വലിയ ജീരകം ഉണ്ടല്ലോ, വലിയ ജീരകം വേണം കേട്ടോ. ഒരു 1/4 ടീസ്പൂണ് ജീരകം. അതിനിപ്പോൾ വലിയ ജീരകത്തിൻ്റെ പൊടിയാണെങ്കിലും മതി കേട്ടോ. ചെറിയ ജീരകം, വലിയ ജീരകം, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, ഇത്രയും സംഭവങ്ങൾ വേണം. പിന്നെ ആ കൂടെ തേങ്ങ, പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 അല്ലെങ്കിൽ 3 തണ്ട് കറിവേപ്പില കേട്ടോ. കറിവേപ്പിലയൊക്കെ എത്രമാത്രം ചേർക്കുന്നോ അത്രയും നമുക്ക് ടേസ്റ്റ് കൂടുകയുള്ളൂ കേട്ടോ. ഇത് കണ്ടില്ലേ. അപ്പോൾ ഈ ചതയ്ക്കുന്നില്ല, ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അമ്മിയിൽ വേണമെങ്കിൽ ക്രഷ് ചെയ്യുക, അല്ലെങ്കിൽ മിക്സീൻ്റെ ജാറിലാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ക്രഷ് ചെയ്യുക. പക്ഷേ ഈ ഒരു ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ ചെറിയ ജീരകം, വലിയ ജീരകം, ഈ 2 നമ്മൾ ഒരുമിച്ച് അങ്ങനെ സാധാരണ ഇടാറില്ല. പക്ഷേ അങ്ങനെ ഇട്ടൊന്ന് നോക്കൂ കേട്ടോ. ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക്, അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഉണ്ടല്ലേ, നമ്മുടെ ചക്ക ഒന്ന് ആവി കയറി വന്നപ്പോഴത്തേക്ക് നോക്കി അതിൻ്റെ കളറൊക്കെ ഒന്ന് നല്ല ചേഞ്ചായി. നല്ല മൂത്ത് നല്ല വിളഞ്ഞ ചക്കയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചക്ക സീസണിലൊക്കെ നമ്മൾ ധാരാളം ചക്ക വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പം ഇതുപോലെ ചക്ക പുഴുങ്ങുന്നവരാണെങ്കിൽ എരിശ്ശേരി വെക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ഒരു അരപ്പിട്ടൊന്ന് വെച്ച് നോക്കൂ കേട്ടോ. നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചക്ക കഴിക്കുമ്പോൾ വയറിന് ബുദ്ധിമുട്ട്, ചക്ക ഇങ്ങനെ എരിശ്ശേരിയൊക്കെ കഴിക്കുമ്പോൾ വയറിന് ഗ്യാസ് കയറുന്ന അതുപോലെയുള്ള പ്രശ്നമുള്ളവർക്കൊക്കെ ഭയങ്കര നല്ലതാണ് ഇഞ്ചിയും അതുപോലെ തന്നെ വലിയ ജീരകമൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അത് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ. വെറുതെ പറയുന്നതല്ല കേട്ടോ. അത് ഭയങ്കര അത് വെച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ആ ടേസ്റ്റിൻ്റെ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. എന്നതിന് ശേഷം കമൻറ്റ് ഇടണം കേട്ടോ. ഇതുണ്ടല്ലേ, ഇപ്പോൾ ചക്ക അത്യാവശ്യം വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയോ? ആ ചക്കേൻ്റെ നടുഭാഗത്ത് നിന്ന് അല്പം സ്പൂൺ ഉപയോഗിച്ചിരുന്ന സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം ആ ഒരു കുഴിയിലേക്കാണ് നമ്മൾ ഈ ചക്കയുടെ അരപ്പ് മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ചെമ്പിൻ്റെ അടിവശത്ത് തട്ടുന്നില്ല കേട്ടോ. അടിവശത്ത് കുറച്ച് ചക്കയുണ്ട്. കുറച്ച് ചക്കയൊന്ന് 4 വശത്തേക്ക് മാറ്റിയതിന് ശേഷം ഒരു കുഴി പോലെ ആക്കിയിട്ട് അവിടെ നമ്മൾ ഈ ചക്കയുടെ അരപ്പൊന്ന് ഇട്ട് കൊടുക്കുക. ചക്ക അത്യാവശ്യം വെന്തതിന് ശേഷം കേട്ടോ. അരപ്പിട്ടിട്ട് വീണ്ടും ചക്ക ഉപയോഗിച്ച് മേൽവശവും മൂടിയിട്ട് ചെമ്പ് വീണ്ടും നമ്മൾ മൂടി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ചെമ്പിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നമുക്കൊരു വാഴയിലയും കൂടി വെച്ച് കൊടുക്കുക. അതും ഭയങ്കര നല്ലതാണ്. അതിന് ശേഷം കുറച്ചൊരു 10-20 മിനിറ്റും കൂടി വെക്കുക. അതിന് ശേഷം ഒരു 10 മിനിറ്റ്, 20 മിനിറ്റ് ഒന്നും വേണ്ട, 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മുടെ അരപ്പിലേക്ക് നന്നായിട്ട് ആവി കയറി ഈ അരപ്പിലെ തേങ്ങയും നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ സാധനവും നന്നായി ആവി കയറി നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഈ ഒരു അരപ്പും ചക്കയും കൂടി ഒന്ന് നന്നായിട്ട് ഉടച്ചിളക്കി അങ്ങ് എടുക്കുക. ഒത്തിരി അങ്ങ് അലുത്ത് പോകുന്ന ഒരു പരുവാവരുത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ വേവ് കുറഞ്ഞ, നമുക്ക് ചക്കയുടെ വേവ് അറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം മിതമായ അളവിൽ മാത്രം ഒഴിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ തീ എപ്പോഴും കുറച്ച് വയ്ക്കുക.
പിന്നെ ഇതിലേക്ക് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ കറി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ചിക്കൻ കറി ഷോർട്സ് ആയിട്ടും വീഡിയോ ആയിട്ടൊക്കെ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചക്ക വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തു. ചീനച്ചട്ടിയിലേക്ക് ഒരു 3-4 ടീസ്പൂൺ വെളിച്ചെണ്ണ, ചക്കേൻ്റെ എമൗണ്ട് കൂടുതലുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിന് നാടൻ വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതേ നമ്മൾ ചക്കയിലേക്ക് പിന്നെ അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ എടുത്തു, കടുക് പൊട്ടിച്ചു, 1 ടീസ്പൂൺ അളവിൽ കടുകിട്ടു. അതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാം ഫ്ലേവർ നമ്മളുടെ ഈ ഒരു എണ്ണയിലേക്ക് നന്നായിട്ട് വരട്ടെ. ഇതുണ്ട് നല്ല ഗോൾഡൻ, ഈ ഒരു പരുവായാൽ മതി കേട്ടോ. നല്ല ഗോൾഡൻ ഷെയ്ഡായി വരുമ്പോഴത്തേക്കും അത് നമ്മളുടെ ചക്കയിലേക്കൊന്ന് മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ആ ഒരു വറുത്തിട്ടിരിക്കുന്ന ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും കടുകും എല്ലാം നന്നായിട്ട് അതിലേക്ക് ചേർത്ത് ഇളക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളിതൊരു വാഴയിലേക്കാണ് വിളമ്പിയെടുക്കുന്നത് കണ്ടോ. നല്ല വാഴയിലയുടെ നല്ല തൂമ്പിലയിലോട്ട് ആവശ്യത്തിന് ചക്ക എരിശ്ശേരി വിളമ്പിയെടുത്ത് നല്ല ഒന്നും പറയാനുള്ള അതിഗംഭീരമായിട്ടുള്ള മണമാണ് കേട്ടോ. ആ മസാല വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു മസാലയാണ്. ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ നല്ല അടിപൊളി ചൂട് ചിക്കൻ കറിയും കൂടി ചേർത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ചിക്കൻ കറിയും അതുപോലെ തന്നെ ഈ ഒരു ചക്ക എരിശ്ശേരിൻ്റെ റെസിപ്പിയും ട്രൈ ചെയ്യണം. എന്നിട്ട് നമ്മളെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.